Good morning, my dears. Today, next our topic is motion study. Capacity planning എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നതിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ദെൻ വാട്ട് ഈസ് മെൻ ബൈ മോഷൻ സ്റ്റഡി എന്നുള്ളത്. ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ എവറി മൂമെൻറ്റ് ഓഫ് എ വർക്കർ ഷുഡ് ബി കൺസിഡേർഡ് എന്നുള്ളതാണ്. ദെൻ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി ഒക്കെ പഠിക്കുമ്പോഴും ഓരോ ലേബറുടെയും ഓരോ വർക്കറുടെയും എഫിഷ്യൻസി മനസ്സിലാക്കുന്നതിൽ അതിൻ്റെ മൂമെൻറ്റിനെ പോലും കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് കൂടി അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ അതിൽ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് മോഷൻ സ്റ്റഡി വാസ് ഡെവലപ്ഡ് ബൈ ഫ്രാങ്ക് ഗിൽബർട്ട്. ആരാണത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള? ദറ്റ് ഈസ് ഫ്രാങ്ക് ഗിൽബർട്ട്. ഹി ഡിഫൈൻഡ് മോഷൻ സ്റ്റഡി ആസ് ദ science of eliminating wastefulness resulting from ill-directed and inefficient motions. Then ഇവിടെ defined as motion study as the science of motion study എന്ന് പറയുന്നത് it is a scientific method ആണ്. motion study is a science of eliminating Motion study is a science of eliminating wastefulness resulting from ill-directed and inefficient motions ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഡിഫൈൻ മോഷൻ സ്റ്റഡി എന്നുള്ളതിൽ മോഷൻ സ്റ്റഡി മീൻസ് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്. ടൈം സ്റ്റഡി പഠിക്കുന്ന പോലെ തന്നെ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നതും ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. മോഷൻ സ്റ്റഡി ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ്, അതായത് വേസ്റ്റ് ആവുന്ന മൊമെൻറ്റ് പോലും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിങ് ഫ്രം ഇൽ-ഡയറക്റ്റഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ്, അതായത് ശരിയല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നതോ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് പോലും നമ്മളത് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിങ് ഫ്രം ഇൽ-ഡിഫൈൻഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻ. The concept of motion study was developed by Frank Gilbert. He defined motion study as the science of eliminating wastefulness resulting from ill-directed and inefficient motions. അതായത് ശരിയല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു സാധനം എടുക്കുന്നതിന് വേണ്ടി വീണ്ടും പോവുക, വീണ്ടും ചെയ്യുക, ദെൻ അവിടെ ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് മൂവ്മെൻറ്റ്സ് വരിക, അത് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടത് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫാറ്റിക്, നമുക്ക് ക്ഷീണം തോന്നുക, നമ്മുടെ എനർജി വേസ്റ്റ് ആവുക, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വേസ്റ്റും റെഡ്യൂസ് ചെയ്തുകൊണ്ട് മൂമെൻറ്റ്സിനെ എഫിഷ്യൻ്റ് ആക്കി മാറ്റാനുള്ള സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ മോഷൻ സ്റ്റഡി ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിംഗ് ഫ്രം ill-directed and inefficient motions. The main aim of motion study is to find the scheme of least wastage of labor. അവിടെ ഇതാ മെയിൻ എയിം ഓഫ് മോഷൻ സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദ മെയിൻ എയിം ഓഫ് മോഷൻ സ്റ്റഡി ഈസ് ടു ഫൈൻഡ് the scheme of least wastage of labor. That is the scheme of least wastage of labor. Motion study is a systematic way of determining the best method of doing the work by scrutinizing the motions made by the worker or the machine. ഒരു വർക്കറുടേതായാലും ഒരു മെഷീൻ്റേതായാലും അവിടെ എന്ത് പറയുന്നുണ്ട്? മോഷൻ സ്റ്റഡി ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിറ്റർമിനിങ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ വർക്ക്. ഒരു ജോലി വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് വേ നമുക്ക് ഓപ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. മോഷൻ സ്റ്റഡി ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡിറ്റർമിനിങ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് ദ വർക്ക് ബൈ സ്ക്രൂട്ടിനൈസിങ് ദ മോഷൻസ് മെയ്ഡ് ബൈ ദ വർക്കർ ഓർ ദ മെഷീൻ. As per Gilbert, it is the science of eliminating the wastefulness due to unnecessary motions.
He was interested in finding one best way to do the job. He analyzed motions of bricklayers and was successful in reducing the number of motions of bricklayer from 18 to 5. അതായത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിലൂടെ ഗിൽബർട്ട് നമുക്കൊരു ബ്രിക്ക് ലെയർ എന്ന് പറയുന്നൊരു പ്രോസസ്സിങ്, ദറ്റ് ഈസ് ദെയർ ബ്ലിക്ക് അനാലിസിസ് എന്ന് പറയും. ദറ്റ് ഈസ് ദെയർ ബ്ലിക്ക് അനാലിസിസിലൂടെ അദ്ദേഹം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ദെൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ആക്ഷൻസ്, ദെൻ അത് നമുക്കതിൽ എന്താണ് എടുക്കേണ്ടത് നമ്മളത് അപ്പോൾ തന്നെ സെർച്ച് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ പറയുന്ന ഓരോ പ്രോസസ്സും. ഇപ്പോൾ നമുക്ക് ബുക്ക് റീഡിങ്, നമുക്ക് പുസ്തകം വായിക്കാനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ജസ്റ്റ് നമ്മളത് സെർച്ച് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ആ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ദെൻ ഒരുപാട് ബുക്സുകൾ കാണുന്നു, അത് സെർച്ച് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് പ്രോസസ്സ് അതിൽ ഏതാ വേണ്ടതെന്ന് പറഞ്ഞത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ബുക്കുകൾ നമ്മൾ എവിടെ ഇരിക്കണമെന്ന് കണ്ടു, ദെൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തു, ദെൻ നമ്മളത് എടുത്ത് നോക്കി, ദെൻ ഹോൾഡ് ചെയ്തു, നമ്മുടെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ പറയുന്ന നമ്മുടെ ഓരോ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് മോഷൻ സ്റ്റഡി. കേട്ടോ, ജസ്റ്റ് നമ്മളൊരു റീഡിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കുക, നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി, എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്. അപ്പോൾ നമുക്ക് ബുക്ക് റീഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ബുക്കാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ദെൻ ഫൈൻഡ് ഔട്ട്. നമ്മൾ ആദ്യം തന്നെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുകയും അവിടെ നമ്മൾ അതിനെ സെർച്ച് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാനുള്ള കാരണം. അങ്ങനെ ബ്രിക്ക് ലെയർ മെത്തേഡിലൂടെ ഒരു 18 പോയിൻറ്റ്സ് വരെ അദ്ദേഹം നൽകുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദെൻ സെർച്ച് ചെയ്യുന്നു, നമ്മുടെ ഐ കോണ്ടാക്റ്റ്, നമ്മൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഐ വിഷൻ, ഐ കോണ്ടാക്റ്റ് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ നമ്മൾ ആ ബുക്കിനെ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ബുക്സ് എവിടെ ഇരിക്കണേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിലേതാണ് എടുക്കേണ്ടതെന്ന് നമ്മളത് സെലക്ട് ചെയ്തു. ദെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാസ്പ് ചെയ്തു, ഹോൾഡ് ചെയ്തു, കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ദെൻ നമ്മൾ ആ പ്രോസസ്സിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ടൈലറിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓരോ മൂമെൻറ്റ് പോലും നമ്മളവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ആക്ടിവിറ്റിയിലേക്ക് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ലോഡഡ്, ട്രാൻസ്പോർട്ട് അൺലോഡഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ബ്രിക്ക് ലെയേഴ്സിലെ ദെയർ ബ്ലിക്ക് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്പോൾ എന്താ മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ, മോഷൻ സ്റ്റഡിയിൽ മോഷൻ സ്റ്റഡി ആസ് ദ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾ റിസൾട്ടിങ് ഫ്രം ഇൽ ഡയറക്റ്റഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ്. ശരിയായിട്ടുള്ള അല്ലാത്ത രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയോ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലമോ ഉണ്ടാകാവുന്ന വേസ്റ്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മോഷൻ സ്റ്റഡി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെയിൻ എയിം ഓഫ് സ്റ്റഡി ഈസ് ടു ഫൈൻഡ് the scheme of least wastage of labor. The main aim of this motion study is to find the scheme of least wastage of labor. ലേബറിൻ്റെ ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മോഷൻ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. മോഷൻ സ്റ്റഡിയുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് റിഡ്യൂസ് ദ ടൈം. നമുക്ക് സമയം വളരെയധികം കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. മോഷൻ സ്റ്റഡി ഈസ് ഓൾസോ എൻ സയൻറ്റിഫിക് അപ്രോച്ച്, ഒരു സയൻറ്റിഫിക് അപ്രോച്ച് കൂടിയാണ്. മോഷൻ സ്റ്റഡി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 കമ്പോണൻറ്റ്സ് ഓർ 3 ടൈപ്പ്. 3 തരത്തിലാണ് നമുക്ക് ഏതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദറ്റ് ഈസ് മോഷൻ സ്റ്റഡി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ദറ്റ് ഈസ് 3 ടൈപ്സിലാണ് നമ്മൾ മോഷൻ സ്റ്റഡീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദെയർ ബ്ലിക്ക് അനാലിസിസ്. എന്താണ് ദെയർ ബ്ലിക്ക് അനാലിസിസ് എന്ന് പറയാം? ദെയർ ബ്ലിക്ക് അനാലിസിസിലെ ഗിൽബർട്ട് ഡെവലപ്ഡ് വാട്ട് ദേ കോൾഡ് ദെയർ ബ്ലിക്സ്. ഗിൽബർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ദെയർ ബ്ലിക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഗിൽബർട്ട് സ്പെൽസ് ബാക്ക്വേർഡ്സ് എന്നുള്ളതാണ്. ദെയർ ബ്ലിക്ക് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് എ ജോബ്. ജോലിയുടെ ഒരു ചെറിയ പാർട്ടുകളെ പോലും കൺസിഡർ ചെയ്യപ്പെടുന്നു. ദെയർ ബ്ലിക്ക് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കീംസ് ഫ്രം ലാബലിംഗ് 18 ബേസിക് ഹാൻഡ് മോഷൻസ്. അവിടെ നിന്ന് അദ്ദേഹം ഒരു 18 തരത്തിലുള്ള ഹാൻഡ് മോഷൻസ്,
അതായത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ഹാൻഡ് മോഷൻസിനെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ദെയർ ബ്ലിഗ് ഈസ് ദ നെയിം ഫോർ ദ യൂണിറ്റ് ഓഫ് ടൈം റിക്വയർഡ് ഫോർ എ വർക്കർ ടു പെർഫോം വൺ ഓഫ് ദ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ മോഷൻസ് വിച്ച് പെർഫോം എ മാനുവൽ ഓപ്പറേഷൻസ് ഓർ എ ടാസ്ക്. മാനുവലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഏതൊക്കെ രീതിയിലാണ് ആ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് എന്നുകൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെയർ ബ്ലിഗ് ഈസ് ദ നെയിം ഫോർ ദ യൂണിറ്റ് ഓഫ് ടൈം റിക്വയർഡ് ഫോർ എ വർക്കർ perform one of a set of fundamental motions which performing a manual operations or task. The set consists of 18 elements, each describing a standardized activity. There are listed below. അപ്പോൾ നിങ്ങൾക്ക് ഈ ദെയർ ബ്ലിഗിൽ ഈ പോയിൻറ്റ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഒരു 18 പോയിൻറ്റ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ദെയർ ബ്ലിഗ് അനാലിസിസിലെ. ദർ ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് സെർച്ച്. ഏതൊക്കെയാണ് ദെയർ ബ്ലിഗ് അനാലിസിസിലെ നമ്മുടെ മൂവ്മെൻ്റാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചുള്ളത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. സെർച്ച് ചെയ്യുക, ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ സെലക്ട്, ദെൻ അതിനുശേഷം ഗ്രാസ്പിംഗ് സെലക്ട് ചെയ്തു, ഗ്രാസ്പിംഗ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹോൾഡ്, ദെൻ ഹോൾഡ്, ദെൻ പൊസിഷൻ, നെക്സ്റ്റ് വൺ ഈസ് അസംബിൾ, then use, disassemble, inspect, transport loaded, transport unloaded, reposition of, then preposition of next operation, for next operation, ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്? സെർച്ച്, ഫൈൻഡ്, സെലക്ട്, ഗ്രാസ്പ്, ഹോൾഡ്, പൊസിഷൻ, അസംബിൾ, യൂസ്, ഡിസസംബിൾ, then inspect, transport loaded, transport unloaded, preposition for next operation, release load, unavoidable delay, avoidable delay, plan, rest to overcome, fatigue. ഇത്രയും പോയിൻറ്റ്സാണ് ഇതിൽ പറയുന്നത്, ദെയർ ബ്ലിഗ് അനാലിസിസിലൂടെ പറയുന്നത്. അപ്പോൾ ദെയർ ബ്ലിഗ് അനാലിസിസിൽ 18 സ്റ്റെപ്സ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെർച്ച്, ഫൈൻഡ്, സെലക്ട്, ഗ്രാസ്പ്, ഹോൾഡ്, പൊസിഷൻ, അസംബിൾ, യൂസ്, ഡിസസംബിൾ, ഇൻസ്പെക്ട്, ട്രാൻസ്പോർട്ട് ലോഡഡ്, ട്രാൻസ്പോർട്ട് അൺലോഡഡ്, then preposition of next operation, release load, unavoidable delay, plan and rest to overcome fatigue. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നു, എടുക്കുന്നു, ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, ദെൻ ഗ്രാസ്പ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു, പൊസിഷൻ, അസംബ്ലിങ്, യൂസ്, ഡിസസംബ്ലിങ്, ദെൻ ഇൻസ്പെക്ട്, ദെൻ ട്രാൻസ്പോർട്ട് ലോഡഡ്, ട്രാൻസ്പോർട്ട് അൺലോഡഡ്, then preposition of next operation, release load, unavoidable delay, then plan, reset to overcome fatigue. ഇത്രയും ആക്ടിവിറ്റീസ് 5 മുതൽ മിനിമം 18 വരെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിലൊക്കെ നമ്മുടേതായിട്ടുള്ള ഓരോ മൂമെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൂമെൻറ്റ്സ് കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദെയർ ബ്ലിഗ് അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്.
Then second point is micro motion study. Micro motion study, it is the study of elements of an operation with the help of high speed movie camera in order to eliminate the unnecessary motions involved in the operation and balancing the necessary motion. മൈക്രോ മോഷൻ സ്റ്റഡി, അതായത് ഒന്നുകൂടെ മൈന്യൂട്ടായിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റിനെ കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എലമെൻറ്റ്സ് ഓഫ് എൻ ഓപ്പറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈ സ്പീഡ് മൂവി ക്യാമറ ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ദ അൺനെസസറി മൂമെൻറ്റ്സ്. അതായത് എന്തൊക്കെയാണ് അതിൽ ശരിയായിട്ട് ഒട്ടും ആവശ്യമില്ലാത്ത മൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും ദെൻ ബാലൻസിങ് ദ നെസസറി ഇമോഷൻസ്, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മൈക്രോ മോഷൻ സ്റ്റഡി. Then third one is principles of microeconomy. Principles of microeconomy. The motion study find out the correct application of theories behind motion elements to achieve synchronization of human body movements, best layout of workplaces and optimum design of equipments. The 5 basic principles of microeconomy are principles of minimum movement, principles of natural movement, and principles of habitual movement, principles of rhythmic movement and principles of symmetrical movement. അതായത് പിന്നെ പറയുന്നത് അപ്പോൾ 3 തരത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. മോഷൻ സ്റ്റഡിയെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് തെർബ്ലിക് അനാലിസിസ്, സെക്കൻഡ് പോയിന്റ് ഈസ് മൈക്രോ മോഷൻ സ്റ്റഡി, മൈന്യൂട്ട് സ്റ്റഡി ഓഫ് ദ മൂവ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് മൈക്രോ മോഷൻ സ്റ്റഡി. ആൻഡ് തേർഡ് പോയിന്റിനെയാണ് നമ്മളെന്ന് പറയുക പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കോണമി. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് തെർബ്ലിക് അനാലിസിസ് വ്യക്തമായിട്ട് പറഞ്ഞു. ദെൻ മൈക്രോ മോഷൻ സ്റ്റഡി, സെക്കൻഡ് പോയിന്റ് മൈക്രോ മോഷൻ സ്റ്റഡി. മൈക്രോ മോഷൻ സ്റ്റഡിയിൽ ദർ വിൽ ബി ദ മൈക്രോ മൂവ്മെൻറ്റ്സ് ഓഫ് എ വർക്കർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ തേർഡ് പോയിന്റിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കോണമി, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കോണമി. പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കോണമി. ദെൻ അതിൽ പറയുന്ന പോയിൻ്റ്, ദ മോഷൻ സ്റ്റഡി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ബിഹൈൻഡ് മോഷൻ എലമെൻറ്റ്സ് ടു അച്ചീവ് സിങ്ക്രണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി മൂവ്മെൻറ്റ്സ്, ബെസ്റ്റ് ലേഔട്ട് ഓഫ് വർക്ക് പ്ലേസസ് ആൻഡ് ഒപ്റ്റിമം ഡിസൈൻ ഓഫ് എക്യുപ്മെൻറ്റ്. ഇവിടെ മോഷൻ സ്റ്റഡി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് തിയറീസ്. മോഷൻ സ്റ്റഡി ശരിക്കും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്? സിങ്ക്രണൈസേഷൻ, അതായത് എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെ വളരെ വേഗത്തിൽ വളരെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സിങ്ക്രണൈസ് ചെയ്യുക, സംയോജിപ്പിക്കുക എന്നൊക്കെ പറയാം. ഇവിടെ ദ മോഷൻ സ്റ്റഡി ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ബിഹൈൻഡ് ദ മോഷൻ എലമെൻറ്റ്സ് to achieve synchronization of human body movements, best layout, വർക്ക് പ്ലേസസ് ആൻഡ് ഒപ്റ്റിമം ഡിസൈൻ ഓഫ് എക്യുപ്മെൻറ്റ്സ്. അതായത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് പ്ലേസ്, വർക്ക് എക്യുപ്മെൻറ്റ്, അതിൻ്റെ ഡിസൈൻ, അതെവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ, അതേപോലെ തന്നെ പ്ലാന്റ് ലേഔട്ട്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഒരു സിങ്ക്രണൈസേഷനാണ് എന്ത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക, മൂവ്മെൻറ്റ്സ് കുറയ്ക്കാനും അതേപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ ആയിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ മൂന്നാമത് പറയുന്നത് മൈക്രോ എക്കോണമി പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്ത്. 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ മൈക്രോ എക്കോണമി. പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെൻറ്റ്, ഒന്നാമത് നോക്കുന്ന പോയിന്റിൽ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെൻറ്റ് ടു റിഡ്യൂസ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് എ വർക്കർ. അതായത് കൂടുതൽ സമയം അനാവശ്യമായിട്ട് നമ്മൾ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫാറ്റിക് ഒഴിവാക്കാനായിട്ട്, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ കെയർ ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെൻറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ മൂവ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് ഹാബിച്വൽ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹാബിച്വൽ മൂവ്മെൻറ്റ്, റിഥമെറ്റിക് മൂവ്മെൻറ്റ് ആൻഡ് സിമ്മട്രിക് മൂവ്മെൻറ്റ്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇതിൽ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഈസ് മെൻ ബൈ മോഷൻ സ്റ്റഡി എന്ന് പഠിച്ചു ആദ്യം. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ മോഷൻ സ്റ്റഡി ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിങ് ഫ്രം ഇൽ ഡയറക്റ്റഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ്. ഇതാണ് ഇവിടെ നമ്മൾ മോഷൻ സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Motion study is a science of eliminating wastefulness resulting from ill-directed and inefficient motions. ഇതാണ് മോഷൻ സ്റ്റഡിയിൽ പഠിക്കുന്നത്. ഇനി ഈ മോഷൻ സ്റ്റഡിയെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വളരെ 3 types of motion studies. That is, the first one is their blick analysis, second one is micro motion study, and third one is principles of microeconomy. ഈ 3 points ആണ് നമുക്കതിൽ കൺസിഡർ ചെയ്യാനുള്ളത്. Then next topic is what are the objectives. Next point എന്താണ്, what are the objectives of motion study. ഈ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മോഷൻ സ്റ്റഡിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ്. Objectives of motion study. Next topic is objectives. Objectives of motion study. Then the important objectives of motion study are, first one is to improve the process of doing work. ശരിക്കും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. To improve the process of doing work. നമുക്ക് ചെയ്യുന്ന ജോലിയുടെ കാര്യക്ഷമത ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. To improve the process of doing work. To improve the process of doing work. Second പോയിന്റിൽ to improve the design workplace layout. നമുക്ക് വർക്ക് പ്ലേസ് ലേഔട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, to improve the process of doing work, to improve the design of place layout, workplace layout, to find the best way of doing work. ഒരു ജോലി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് വേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. To find the best way of doing work. Then to ensure reduced health hazards. നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ടു മിനിമൈസ് ദ അൺനെസസറി ഹ്യൂമൻ മൂവ്മെൻറ്റ്സ്. ഒരു ആവശ്യമില്ലാത്ത ഹ്യൂമൻ മൂവ്മെൻറ്റ്സ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ടു ഹാവ് മോർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ, മാൻ പവർ ആൻഡ് മെഷീൻസ്. Effective utilization of resources such as man, material and machineries. To train the individual worker in its practice as per standardized method. ശരിക്കും ഒരു ഇൻഡിവിജ്വൽ വർക്കറുടെ എഫിഷ്യൻസിയെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വർക്കിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം, മോഷൻ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ മോഷൻ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തിനു വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ ഇത്രമാത്രം പഠിക്കുന്നത്? വർക്ക് മെഷർമെൻറ്റിലും അതേപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലും വളരെ പ്രധാനപ്പെട്ടൊരു സിസ്റ്റമാറ്റിക് വേ ആണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ വർക്ക് സ്റ്റഡി എന്ന് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ, വർക്ക് സ്റ്റഡി ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റേജ് റിസൾട്ടിങ് ഫ്രം ഇൽ ഡയറക്റ്റഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ്. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം റിഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ഇത് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ മോഷൻ സ്റ്റഡിയിലെ what are the main objectives of motion study? എന്താണ് മോഷൻ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ, ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ ഫേം, to improve the process of doing work, to improve the design of workplace layout, to find the best way of doing the job, to ensure reduced health hazards, to minimize the unnecessary human movements, to have more effective utilization of material, machines and workers, to train the individual worker in its practice as per standardized method. These are the objectives of motion study. ഇത്രയാണ് നമുക്ക് മോഷൻ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പഠിക്കുന്നത്. Then next our topic is what are the procedure for motion study. ഇനി നമുക്ക് മോഷൻ സ്റ്റഡി ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. what are the procedure involved, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് മോഷൻ സ്റ്റഡിയിൽ വരുന്നത്. That is procedure for motion study. Next topic is procedure for motion study. Breakup. First point is breakup. First point is break up the operation of the job. Break up the operations of the job.
break up the operations of the job. അവിടെ the first step is to prepare a detailed list of all operations in the present method of manufacturing the job. All details such as material handling, machine work and hand work are included in the list. This may be done with the help of process chart or diagrams of motion and film analysis or models, etc. ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the first step is to prepare a detailed list of all operation. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവിടെ the first step is to prepare detailed list of all operations in the present method of manufacturing the job. All details such as ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് എന്നുള്ളതിൽ there is all details such as material handling, machine work and hand work are included in the list. This may be done with the help of process chart or diagrams or motions and film analysis or models. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ബ്രേക്ക് അപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ജോബ്. അതായത് ഓപ്പറേഷൻസ് ഓഫ് ദ ജോബ്, ജോലിയുടെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഓരോ ആക്ടിവിറ്റീസിനെയും വളരെ നന്നായിട്ട് തരം തിരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെഷീൻ വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ്. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ പറയുന്നത് ബ്രേക്ക് അപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ജോബ്. ഓൾ ഡീറ്റെയിൽസ് സച്ച് ആസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, മെഷീൻ വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് ആർ ഇൻക്ലൂഡഡ്. ഇതെല്ലാം ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് പഠിക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് പ്രോസസ്സ്, ബ്രേക്ക് അപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ വർക്ക്. Second step is, second point le question each detail of the job. Question each detail of the job. Question each detail of the job. ഓരോ ഡീറ്റെയിൽസിനെയും കുറിച്ചും ക്വസ്റ്റ്യൻ ചെയ്യുക. ദാറ്റ് ഈസ് question should be asked on himself by the motion study engineer about the way in which these operations are to be performed and about the tools and equipments are needed. The procedure of this questioning is known as critical examination. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സിന് നമുക്ക് എന്തെന്ന് കൂടെ പറയാം? ക്രിട്ടിക്കൽ എക്സാമിനേഷൻ എന്ന് കൂടെ പറയാം. Questions are asked on the following 5 points. Purpose of this operation. എന്താണ് ഈ പ്രോസസ്സിൻ്റെ ലക്ഷ്യം? എന്താണ് ഈ ഓപ്പറേഷൻസിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലേസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഡു ദിസ്. എവിടെയാണ് നമുക്ക് പർപ്പസ്, പ്ലേസ്, സീക്വൻസ്, പേഴ്സൺസ്, മീൻസ്. 5 പോയിൻറ്റ്സ് ആണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പർപ്പസ്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് പർപ്പസ്. സെക്കൻഡ് പോയിൻ്റ് ഈസ് പ്ലേസ്. Third one is sequence. Purpose, place, sequence, persons and means. 5 points ആണ് അതിൽ പറയുന്നത് ക്രിട്ടിക്കൽ എക്സാമിനേഷനിൽ. ഫസ്റ്റ് വൺ ഈസ് പർപ്പസ്, സെക്കൻഡ് വൺ ഈസ് പ്ലേസ്, തേർഡ് വൺ ഈസ് സീക്വൻസ്, ഫോർത്ത് വൺ ഈസ് പേഴ്സൺസ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മീൻസ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർപ്പസ് ഓഫ് ദിസ് ഓപ്പറേഷൻ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ബേസിക് പർപ്പസ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ് ഉദ്ദേശിക്കുന്നത്. പർപ്പസ് ഓഫ് ദിസ് ഓപ്പറേഷൻ. സെക്കൻഡ് പോയിന്റിലെ പ്ലേസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ ബെസ്റ്റ് പ്ലേസ് ടു ഡു ദിസ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് പ്ലേസ് ഏതാണെന്നുള്ളതാണ്. ബെസ്റ്റ് പ്ലേസ് ടു ഡു ദിസ് ഓപ്പറേഷൻ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് സീക്വൻസ് ഓർ സീരീസ്. സീക്വൻസിലെ ദ ബെസ്റ്റ് ടൈം ടു ഡു ദിസ് ഓപ്പറേഷൻ. ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് ദറ്റ് ഈസ് പേഴ്സൺസ് ഡു ദീസ് ഓപ്പറേഷൻസ്. And fifth one means machines and tools are to be used. Then step 3, develop a new method. Third point le develop a new method. Then after considering the above questions, a new better method is developed. Before finalizing the new method, the following facts should be considered during the motion study. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ബ്രേക്ക് അപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ജോബ്. സെക്കൻഡ് വൺ ഈസ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ.
തേർഡ് പോയിന്റ് ഈസ് ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്. പുതിയ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്യുന്നതിൽ എലിമിനേഷൻ, കമ്പൈൻ ആൻഡ് റീ അറേഞ്ച്മെൻറ്റ്, ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് എ ന്യൂ മെത്തേഡ്. ന്യൂ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഏതൊക്കെയാണ് സ്റ്റെപ്സ് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് elimination. Every operation of the job should be analyzed and whether it can be eliminated without any harm. അതായത് എവറി ഓപ്പറേഷൻ ഓഫ് ദി ജോബ് ഷുഡ് ബി അനലൈസ്ഡ് ആൻഡ് വെദർ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് വിത്ത് എനി ഫാം. അത് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. കമ്പൈൻ ചെയ്യാനുണ്ടെങ്കിൽ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് ടു ബി ഒബ്സർവ്ഡ് വാട്ട് വെദർ ടു ഓർ മോർ ക്യാൻ ബി കമ്പൈൻഡ് ടു സേവ് ഓപ്പറേഷൻ ടൈം. അപ്പോൾ ആദ്യം നമ്മൾ ജോലിയെ വിശദമായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് പഠിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നുപോയി. അതിനുശേഷം നമുക്ക് പർപ്പസും സീക്വൻസും പ്ലേസും പേഴ്സൺസും മീൻസ് ഓഫ് ആക്ടിവിറ്റിയും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റാണ് ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്. ന്യൂ മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. അത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എവറി പേഴ്സൺ ഓഫ് ദി ജോബ് ഷുഡ് ബി അനലൈസ്ഡ് ആൻഡ് വെദർ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് വിത്തൗട്ട് എനി ഹാം. എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. കമ്പൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്യുകയും. തേർഡ് പോയിൻ്റ് അത് റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെയാണ്. റീ അറേഞ്ച്മെൻറ്റ് എന്നുള്ളതിൽ ഇഫ് ദ റീ അറേഞ്ച്മെൻറ്റ് ഇൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഹെൽപ്സ് ഇൻ സിംപ്ലിഫിക്കേഷൻ ഓർ ഇൻ എനി അതർ ആസ്പെക്ട് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡൺ. അവിടെ പറയുന്നത് ഇഫ് ദ റീ അറേഞ്ച്മെൻറ്റ് ഇൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ റീ അറേഞ്ച് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ ഓർ ഇൻ എനി അതർ ആസ്പെക്ട് ദാറ്റ് ഷുഡ് ബി ഡൺ. ഈ 3 പോയിന്റുകളാണ് അവിടെ വരിക. ദെൻ ഫസ്റ്റ് വൺ ഈസ് എലിമിനേഷൻ, സെക്കൻഡ് വൺ ഈസ് കമ്പൈൻ ആൻഡ് തേർഡ് പോയിന്റ് ഈസ് റീ അറേഞ്ച്മെൻറ്റ്. ദെൻ ഫോർത്ത് പോയിന്റിലെ സിംപ്ലിഫിക്കേഷൻ. ന്യൂ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ന്യൂ മെത്തേഡ്, ഫോർത്ത് പോയിന്റിലെ ദാറ്റ് ഈസ് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷനിലെ ഇഫ് ദ ഓപ്പറേഷൻ ഈസ് പോസിബിൾ with any other easy, safe and economical method, then that should be adopted. That is, the work can be simplified by, എങ്ങനെയാണ് നമുക്ക് വർക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക? യൂസിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് യൂസിങ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മെറ്റീരിയൽസ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് വർക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ടേക്കിംഗ് യൂസ്ഫുൾ വർക്ക് ബൈ ബോത്ത് ഹാൻഡ്സ്. 2 കൈ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. യൂസിങ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, പ്ലേസിങ് മെറ്റീരിയൽ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് പ്രോപ്പർ വർക്കിംഗ് പ്ലേസ്. നമുക്ക് എങ്ങനെയാണ് ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക വെച്ചാൽ ജോലി ഭാരം കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് ഹാൻഡ്ലിംഗ് മെഷീൻസിൻ്റെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് സഹായത്തോടു കൂടിയിട്ട് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യൂസിങ് ബോത്ത് ഹാൻഡ്സ്, 2 കൈകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്ലേസിങ് ദ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഏറ്റവും അടുത്തടുത്തായിട്ടുള്ള പ്ലേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്ലേസിങ് ദ മെറ്റീരിയൽസ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അറ്റ് എ പ്രോപ്പർ വർക്കിംഗ് പ്ലേസ്. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ വർക്കിംഗ് പ്ലേസിൽ നമുക്കത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജോലിയെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റാളിങ് ദ ന്യൂ മെത്തേഡ്. നമുക്ക് ഇനി പുതിയ ഏതെങ്കിലും മെത്തേഡുകൾ ഉപയോഗപ്പെടുത്താനുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ഓഫ് ന്യൂ മെത്തേഡ്, ഇൻസ്റ്റാളിങ് ദ ന്യൂ മെത്തേഡ്. ഇൻസ്റ്റാളിങ് ദ ന്യൂ മെത്തേഡിൽ install the new method as a standardized practice. For installing the new method, the following procedure should be followed. The new method must get the approval from the supervisor, worker and the management. അവിടെ പറയുന്ന പോയിന്റ് എന്താണ്? The new method must get the approval from the supervisor. പുതിയ മെത്തേഡുകൾ നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, സാങ്ഷൻ ഫ്രം ദ സൂപ്പർവൈസർ, വർക്കർ ആൻഡ് ദ മാനേജ്മെൻറ്റ്.
Then second point is then the workers must be trained to work according to the new method. പുതിയ മെത്തേഡ് പ്രകാരം എല്ലാ വർക്കേഴ്സിനും വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പരിശീലിപ്പിക്കുക. ഒബ്സർവ് ദ ഇൻസ്റ്റാൾഡ് മെത്തേഡ് അണ്ടിൽ ഇറ്റ്സ് റൺ സാറ്റിസ്ഫാക്ടറി. ഒബ്സർവ് ദ ഇൻസ്റ്റാൾഡ് മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതാണ് പറയുന്ന സ്റ്റെപ്പ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് മെയിൻറ്റെയിൻ ദ ന്യൂ മെത്തേഡ്. ലാസ്റ്റ് പോയിൻ്റ് ഈസ് മെയിൻറ്റെയിൻ ന്യൂ മെത്തേഡ്. ഈ ഇപ്പം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് വന്നേ? ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് ബ്രേക്കപ്പ് ദ ഓപ്പറേഷൻസ് ബ്രേക്കപ്പ് ചെയ്ത് നോക്കി. രണ്ടാമത് ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്. ദെൻ ഡെവലപ്പ് ചെയ്തു. മൂന്നാമത് പറയുന്നതിൽ ദെൻ സെക്കൻഡ് വണ്ണിൽ ക്വസ്റ്റ്യൻ ഓർ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ, ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്. The next one is installing the new method, and fifth point is maintain the new method, etc. ഇത്രയാണ് നമ്മളതിൽ ലാസ്റ്റ് മെയിൻറ്റെയിൻ ദ ന്യൂ മെത്തേഡ്. After implementation, care should be taken to maintain to avoid unauthorized changes in this method. For maintaining a new method, the following steps are to be advised. Then a job instruction sheet should be given to the worker. Scheduled checks should be done to compare what is actually being done against the job instruction sheet. Selection and training of the persons must be done according to the job specification for this method. These are the steps in maintaining the new method. The last topic is what are the advantages of motion study. മോഷൻ സ്റ്റഡി കൊണ്ടുണ്ടാകാവുന്ന, ഇപ്പോൾ ഇത്രയും പഠിച്ചിട്ടുള്ള മോഷൻ സ്റ്റഡിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? The efficiency of workers is increased since workers are expected to follow correct method, use appropriate tools and avoiding unnecessary motion. അതായത് മോഷൻ സ്റ്റഡിയിലൂടെ, ഇപ്പോൾ ഇത്രയും മോഷൻ സ്റ്റഡിയുടെ സ്റ്റെപ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോഷൻ സ്റ്റഡിയിലൂടെ എഫിഷ്യൻസി ഓഫ് ദ വർക്കർ ഈസ് ടു ബി ഇൻക്രീസ്ഡ്. വർക്കറുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then efficiency of the worker is to be increased since workers are expected to follow correct method. എല്ലാവർക്കും തന്നെ കറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. യൂസ് അപ്രോപ്രിയേറ്റ് ടൂൾസ് ആൻഡ് അവോയ്ഡിങ് അൺനെസറി മോഷൻ. അതായത് അൺനെസറി മോഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Both men and machines in an organization will be effectively utilized. It simplifies the existing operation by following correct sequence operations. As a result, labor cost is reduced. Elimination of unnecessary motion reduces the fatigue of workers. വർക്കേഴ്സിൻ്റെ ഫാറ്റിഗ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ് സിംപ്ലിഫൈ ചെയ്യണു. മെൻ ആൻഡ് മെഷീൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ വിൽ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. എഫിഷ്യൻസി. അപ്പോൾ മോഷൻ സ്റ്റഡി ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ശരിക്കും അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഫാറ്റിഗ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, വർക്കിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ബോത്ത് മെൻ ആൻഡ് മെഷീൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ വിൽ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. ഓൾ റിസോഴ്സസ് ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ടോപ്പിക് നമ്മളെടുത്ത് വാട്ട് ഈസ് മെൻ ബൈ മോഷൻ സ്റ്റഡി എന്നുള്ളതാണ്. മോഷൻ സ്റ്റഡി എന്നുള്ളത് വാട്ട് ഈസ് മെൻ ബൈ മോഷൻ സ്റ്റഡി? മോഷൻ സ്റ്റഡി ഈസ് എ സയൻസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ്ഫുൾനെസ് റിസൾട്ടിങ് ഫ്രം ഇറ്റ് ഡയറക്റ്റഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് മോഷൻസ്. അതായത് മൂമെൻറ്റ്സ് ആവശ്യമില്ലാത്ത ഡയറക്ഷൻ മൂലമോ ഇൻഎഫിഷ്യൻസി മൂലമോ നമുക്ക് എന്ത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാനായിട്ട്, ടൈം വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ മോഷൻ സ്റ്റഡിയിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ സ്റ്റഡി. ഫസ്റ്റ് വൺ ഈസ് ദെർബ്ലിക് അനാലിസിസ്. സെക്കൻഡ് വൺ ഈസ് മൈക്രോ മോഷൻ സ്റ്റഡി. തേർഡ് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കോണമി. Then next one is what are the objectives of motion study? Objectives improve the process of doing work, improve the design work, then find the best way of the doing work, then to have more effective utilization of resources. What are the procedure for motion study? Breakup operation, critical examination, develop a new method, installing a new method, and maintain the new method. Last topic, what are the advantages of the motion study?
ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.